ഹലോ, അപ്പം ഞാൻ ഇന്ന് എന്തെല്ലാം കഴിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ഉഴുന്ന് ദോശ ഉണ്ടായി, നല്ലോണം പൊങ്ങിയിട്ടുണ്ട്, നല്ല കുത്തു കുത്തു ദോശ ഉണ്ടാകും. പിന്നെ ഇത് തടിച്ചയിലും ആക്കാം, നല്ല നേർങ്ങനെ ആക്കാം. അപ്പോൾ ഇത് നല്ല നേർങ്ങനെ ആക്കിയാണ്ട് ഈ ദോശ. അപ്പം അതിന് നല്ല നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടായി. ഇത് വെളുത്ത കളറ് നമ്മൾ വറ്റൽമുളക് ഇടാത്തതുകൊണ്ടാണ് കേട്ടോ, വെളുത്ത കളറ് ചമ്മന്തി. പിന്നെ ഇന്നലെ വെച്ച ഉണക്കമുള്ളൻ്റെ കറിയും ഉണ്ടായിട്ടാ. അപ്പോൾ അതും കൂട്ടി രാവിലെ ദോശ കഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഉണക്കമുള്ളനെല്ലാം കൂട്ടിയിട്ട് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിനേക്കാളും ടേസ്റ്റാണ്. പിന്നെ ഇന്ന് എന്തെല്ലോ പലഹാരം ഉണ്ടായിരുന്നു, മുറുക്ക്, ചിപ്സ്, ശർക്കര ഉപ്പേരി, അതെല്ലാം ഒരു ഇടയ്ക്ക് ഒരു 10-11 മണിയാകുമ്പോൾ വിശന്നപ്പോൾ കഴിച്ചു ബേക്കറി പലഹാരം. പിന്നെ ഇന്ന് ഉച്ചക്ക് അയിലക്കറിയും കൂമ്പുപ്പേരിയും പിന്നെ അയില പൊരിച്ചതും നല്ല കപ്പക്ക പുളിശ്ശേരി വന്നിട്ടുണ്ടായി. അപ്പോൾ കപ്പക്ക എന്ന് പറഞ്ഞാൽ പപ്പായ കേട്ടോ, പപ്പായ പുളിശ്ശേരി ഉണ്ട്. പിന്നെ 2 തരത്തിൽ അച്ചാറുണ്ടായി, നല്ല വെളുത്തുള്ളി അച്ചാറും ഉണ്ടായിന്, പിന്നെ നാരങ്ങ അച്ചാറും ഉണ്ടായിന്. പിന്നെ അയില നല്ല ഫ്രഷ് അയിലാണെങ്കിൽ നമ്മൾ തലയെടുക്കാൻ നല്ല തല കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ, മീനിൻ്റെ തല. അപ്പോൾ കുറേ അങ്ങനെ നല്ലതാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇത് നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ അയില തലയെടുത്തിട്ടുണ്ടായിന്, അത് നല്ല രസമാണ് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിട്ടാ. ഇത് കാപ്പിയാണ്, ചായയല്ല, കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിന്. കട്ടൻ കാപ്പിക്ക് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ എലൈറ്റിൻ്റെ ഒരു ക്യാരറ്റ് പുഡിങ് കേക്ക് നല്ല രസമുണ്ടായിട്ടാ, ക്യാരറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രി ദോശയാണ് ഉണ്ടായിന്. അപ്പോൾ ദോശയും പിന്നെ ചമ്മന്തി, ഇത് തന്നെ വെള്ളച്ചമ്മന്തി തന്നെ കേട്ടോ. അപ്പോൾ ദോശയും വെള്ളച്ചമ്മന്തിയും കഴിച്ചു. അപ്പം ഇത് കുറച്ച് ഗോതമ്പും കൂടി അരച്ച ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയില്ല. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ പുതിയ തീറ്റ വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.